കേരളത്തിലെ മിക്കവാറും പള്ളികളിൽ നവാത്തിയ കുത്തുബയാണല്ലോ ഓതി വരുന്നത്. ഈ നവാത്തിയ കുത്തുബയുടെ പ്രാധാന്യം എന്താണ്? ഇത് വളരെ പഴയ പണ്ഡിതന്മാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ചോദ്യം നല്ല പ്രസക്തമായ ചോദ്യമാണ്, എല്ലാവരും ഉൾക്കൊള്ളേണ്ട ചോദ്യവും ആണ്. ഖുതുബ, ജുമുഅ ഖുതുബ എന്നത് ഒരു ദിക്റാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ അവിടെ ഖുതുബയെ ദിക്റുല്ലാഹ് എന്ന് അല്ലാഹു തആല വിളിച്ചു. അതൊരു ദിക്ർ, കേവലം ഉപദേശം, ഒരു ഫിൽജുംല വഅദ് എന്ന് പറഞ്ഞുകൊണ്ട് ഫുഖഹാക്കൾ അവിടെ പറഞ്ഞു അത് ദിക്റാണ്. അപ്പോൾ ആ ദിക്റാണ് എന്ന മാനദണ്ഡം കൂടി വെച്ചുകൊണ്ടാണ് ഈ ഖുതുബക്ക് ഒരുപാട് നിബന്ധനകൾ. ആ നിബന്ധനയിൽ ഭാഷ നിബന്ധനയാണ്. ഭാഷ നിബന്ധനമാക്കിയത് അറബി ഭാഷയിലായിരിക്കണം, ളുഹറിന്റെ വക്തിലായിരിക്കണം, 40 ആൾ മുമ്പിലുണ്ടായിരിക്കണം, ഇമാമിന് ഒളു ഉണ്ടായിരിക്കണം, ഇമാമ് ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കണം, പ്രസംഗിക്കുന്നവന്റെ അവയവങ്ങളെ കൊണ്ടുള്ള ആ ആംഗ്യഭാഷകളൊന്നും പാടില്ല. നല്ല നിസ്കരിക്കാൻ നിൽക്കുന്നവനെ പോലെ. എത്രത്തോളം ഖുതുബയുടെ ഇടയിൽ പ്രാർത്ഥനകൾ വന്നാൽ ജനങ്ങൾ ആമീൻ ചൊല്ലണം കൈപൊക്കിയിട്ട്. ഖതീബ് കൈപൊക്കാൻ പോലും പാടില്ല. അങ്ങനെ അച്ചടക്കത്തിൽ ഇളകാതെ നിന്നുകൊണ്ട് ഉള്ള അച്ചടക്കങ്ങളൊക്കെ പഠിപ്പിച്ച ഖുതുബയുടെ ഭാഷ പറഞ്ഞപ്പോ ആ ഭാഷക്ക് കുറെ നിബന്ധന വെച്ചിട്ടുണ്ട്. അറബി ഭാഷക്ക് തന്നെ നിബന്ധന വെച്ചു. നല്ല സാഹിത്യ സമ്പുഷ്ടമായിരിക്കണം. സാഹിത്യ സമ്പുഷ്ടമായിരിക്കണം എന്നത് അറബി ഭാഷയിൽ സാഹിത്യം ഉണ്ടാകണമെന്ന് പറഞ്ഞെടുത്ത് സാധാരണഗതിയിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിന് ഉപയോഗിച്ച വാക്ക് മിക്കവാറും മഫ്ഹൂമത്ത് എന്നാണ്. ഇത് തിരിയാതെ കുറെ ആളുകൾ സുന്നള കിതാബിൽ തന്നെ ഖുതുബ മനസ്സിലാകണമെന്നുണ്ട് എന്ന് പറഞ്ഞ് വാദിച്ചിട്ട് മഫ്ഹൂമത്ത് എന്ന ഈ വാക്കെടുത്തിരുന്നു. ഈ മഫ്ഹൂമത്തിന്റെ അർത്ഥം അറബി ആയിരിക്കണം എന്ന് പറഞ്ഞ അതേ പണ്ഡിതന്മാരാണ് അത് മഫ്ഹൂമത്തായിരിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവണം എന്നല്ല. അപ്പൊ തർജുമ വെച്ചാൽ പരിഭാഷപ്പെടുത്തിയ മഫ്ഹൂമത്ത് തന്നെ മനസ്സിലാകണം തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല, അറബി ആയിരിക്കണം, അത് മഫ്ഹൂമത്തായിരിക്കണം എന്ന് പറഞ്ഞാൽ സാഹിത്യ സമ്പുഷ്ടമായിരിക്കണം, കാടൻ പ്രയോഗമാവരുത്, സാധാ ലോക്കൽ സംസാരത്തിന്റെ ശൈലിയും ആവരുത് എന്ന അർത്ഥത്തിലാണ്. ഇത് പറഞ്ഞപ്പോൾ മുമ്പൊരിക്കൽ എന്നോട് തന്നെ നേരിട്ട് സദസ്സുന്ന ഒരാൾ ഞാൻ ഖുതുബ പരിഭാഷയെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ സംശയം ചോദിച്ചിരുന്നു. മനസ്സിലാവുന്ന അറബി ആകണം എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദ് അതിന്റെ അർത്ഥം? മനസ്സിലാകുന്ന മലയാളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുണ്ട്. മനസ്സിലാകുന്ന മലയാളമോ മനസ്സിലാകാത്ത മലയാളം ഇല്ലേ? ബഷീർ എന്ന് പറഞ്ഞൊരു മൂല്യരുണ്ടതിന് പണ്ട് അയാൾ വയലിൽ വരാൻ കൊള്ളുന്നു. ഞാൻ നന്നമ്പറ മുദരിസായ കാലത്ത് അവിടെ കൊടുന്നത്. ഇയാൾ 1-ാമത്തെ ദിവസം വയലിൽ പറഞ്ഞു, അറിവിന് ഇസ്ലാമിൽ ഷർത്തൊന്നുമില്ല, ആരർത്താലും തിന്ന, പാണൻ അർത്താലും പറയാൻ അർത്താലും ക്രിസ്ത്യാനി അർത്താലും ഹിന്ദു അർത്താലും ഒക്കെ തിന്ന, എല്ലാവർക്കും തിന്നാണ്. ഇങ്ങനെ വയലിൽ പറഞ്ഞ് ഇയാൾക്ക് ബുദ്ധി പ്രയോഗിച്ചതാണ്. ഇതാർക്കും തിരിഞ്ഞില്ല, നാട്ടിൽ ഫിത്തിനായി. പിറ്റേന്നത്തെ വയലിൽ ഒച്ചപ്പാടായപ്പോൾ ഇയാൾ തിരിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾ തല കൊടുത്ത് ആലോചിക്കണ്ടേ, ഞാൻ കോഴി ആടുന്നിട്ട് പറഞ്ഞോ, ഞാൻ പറഞ്ഞത് മത്തനും കുമ്പളങ്ങിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ മത്തനും കുമ്പളങ്ങിയൊക്കെ ആരർത്താലും തിന്നാലോ. ഇങ്ങനെ ആളുകളെ വട്ടം കറക്കുന്ന രൂപത്തിലുള്ള കോമിക്കുകളൊന്നും അതിൽ പാടില്ല ആശയപരമായി. അതുപോലെ മനസ്സിലാകാൻ പ്രയാസമുള്ളതെന്ന് പറഞ്ഞാൽ മനസ്സിലാവലല്ല, ജനങ്ങളിടയിൽ പ്രയോഗിക്കുന്നിടത്ത് അതിന് അപൂർവത പാടില്ല എന്നാ. കുഞ്ഞായി മുസ്ലിയാരെ കേട്ടിട്ടില്ലേ? കുഞ്ഞായി മുസ്ലിയാരെ മകള് ഒരു മകളാണ് ഉണ്ടായിരുന്നത്. അവരെ ചരിത്രത്തിൽ അറിയാം, അത് കഥയല്ല, സംഭവമാണ്. കുഞ്ഞായി മുസ്ലിയാരെ തെരഞ്ഞു ഒരു വലിയ ഒരു മനുഷ്യനാണ്, നല്ല സ്വാലിഹായ മനുഷ്യനാണ്, ഒരു തമാശക്കാരനല്ല, അത് വലിയ മനുഷ്യനാണ്. ആ മനുഷ്യനെ കാണാൻ ഏതോ ആളുകൾ മൂപ്പരെ വീട്ടിൽ വന്നപ്പോ മോൾ ഒറ്റക്കായിരുന്നു അവിടെ. അപ്പോ വാപ്പ എവിടെയെന്ന് ചോദിച്ചു. വാപ്പ എവിടെയെന്ന് ചോദിച്ചപ്പോ കല്ലിനും മുള്ളിനും വെയിലടക്കാൻ പോയി എന്ന് പറഞ്ഞു. ഇവിടെ അല്ല, കല്ലിനും മുള്ളിനും വെയിലടക്കാൻ പോയതാന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് മനസ്സിലായില്ല. ഇവിടെ ഇപ്പൊ കല്ലിന്റെയും മുള്ളിന്റെയും അർത്ഥം നമുക്കറിയാഞ്ഞിട്ടാ അല്ലല്ലോ. കല്ലിനും മുള്ളിനും വെയിലടക്കാൻ പോയതാന്ന് പറഞ്ഞതിൻ്റെ അത് മനസ്സിലായില്ല. അത് സമൂഹത്തിൽ ഉപയോഗിക്കൽ
കുറവായ ഒരു ശൈലിയാണത്. അപ്പോ എപ്പോഴാ വരിക മോളെ എന്ന് ചോദിച്ചു. വന്നാ വരില്ല, വന്നില്ലെങ്കിൽ വരും എന്ന് പറഞ്ഞു. വന്നാ വരില്ല, വന്നില്ലെങ്കിൽ വരും. ഒക്കെ മലയാളമാണ്. ചോദിച്ചതും മലയാളമാണ്, പറഞ്ഞതും മലയാളമാണ്. അതേസമയം ഉമ്മ എവിടെയെന്ന് ചോദിച്ചു. ഇപ്പൊ ഇവര് ഉമ്മ ആറെടുത്തിട്ട് ഒന്നലക്കാൻ പോയിക്കണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥവും മനസ്സിലായില്ല. പെണ്ണെ നിനക്കെന്താ പണിയെന്ന് ചോദിച്ചു. ഞാൻ ഉടല് കത്തിച്ച് തല വേവിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ആളെ വട്ടം കറക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിലുപയോഗിക്കുന്ന പദങ്ങൾക്ക് സാഹിത്യ സമ്പുഷ്ടത ഉണ്ടാവണം. അങ്ങനത്തെ ഒഴുക്കുള്ള അറബി ആയിരിക്കണം എന്നൊക്കെയുള്ള നിബന്ധനകൾ ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്. നിലവിലുള്ള ഖുതുബയിൽ നബാത്തിയ ഖുതുബ ഈ നിബന്ധനകളിലെല്ലാം സമ്പുഷ്ടമാണ്. അതുകൊണ്ടാണ് ആ ഖുതുബ ഓതാനുണ്ടായ കാരണം. ഇനി അതിനേക്കാൾ സമ്പുഷ്ടമായ മറ്റൊരു ഖുതുബ ആധുനിക രൂപത്തിൽ ഇറങ്ങിയാൽ അത് ഓതുന്നതാണ് നല്ലതെന്ന് പറയാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ച പാഠം നമുക്ക് കഴിയും. റസൂലുള്ളാഹി തങ്ങളുടെയും സഹാബത്തിന്റെയും കാലത്ത് അവരൊക്കെ ഓതിയ ഖുതുബ ഇതിനേക്കാളൊക്കെ എത്രയോ മേലെയായിരുന്നു, സാഹിത്യ സമ്പുഷ്ടമായിരുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഖുതുബ ഓതുമ്പോ ആ ഖുതുബയുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഫറായിദിന്റെ മസ്അല പറഞ്ഞെടുത്ത് കാണാം. ആ ഖുതുബയുടെ അതിന്റെ ഒഴുക്കും അതിന്റെ ശൈലിയും എല്ലാ കലിമത്തുകളും അയിന് കൊണ്ട് ഫതഹാക്കപ്പെട്ട അയിന് കൊണ്ട് ഇങ്ങനെ വഖഫ് ചെയ്യുന്ന ശൈലിയിൽ അന്ന് മൂപ്പർ ഖുതുബ ഓതി. അപ്പൊ സദസ്സിൽ നിന്നൊരു ചോദ്യം, ഫറായിദിന്റെ ഒരു മസ്അല, അത് അനന്തര സ്വത്തിന്റെ മസ്അല, അത് എങ്ങനെയാണ് വീതിച്ചെടുക്കേണ്ടതെന്ന് ആളുകൾക്ക് മനസ്സിലാകാൻ, പണ്ഡിതന്മാർക്ക് പോലും മനസ്സിലാകാൻ പ്രയാസമുള്ളൊരു മസ്അലയെക്കുറിച്ച് സദസ്സിൽ നിന്നൊരാൾ ഖുതുബക്കിടയിൽ അങ്ങോട്ട് ചോദിച്ചു. ആ ചോദിച്ച സമയത്ത് ഒരു ചാഞ്ചല്യവുമില്ലാതെ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുതുബയുടെ അതേ ട്യൂണിലും അതേ പ്രാസവും ഒപ്പിച്ചുകൊണ്ട് അരിയാര് പറഞ്ഞു, സാറ സുമുനുൽ മർഅതി തുസ്ആ എന്നങ്ങോട്ട് പറഞ്ഞു. ചോദിച്ച ആൾക്കും ചോദ്യം കേട്ട ആൾക്കും ഒക്കെ മനസ്സിലായി ഇത് ഒഴുക്കാണ്. ആ ഒഴുക്ക് ഭാഷാ ഒഴുക്കാണ് ആ പറഞ്ഞത്. അറബി ആവണം എന്ന് നിബന്ധന വെച്ചവർ ആ അറബിക്ക് ഒഴുക്ക് വേണം, സാഹിത്യമായ ഒഴുക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ നിലവിലുള്ള ഖുതുബയിൽ ആ അവസ്ഥ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇബ്നു നബാത്തത്തിന്റെ ഖുതുബയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാക്കൾ പണ്ട് കാലം മുതലേ അത് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.